ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടങ്ങിവരവ് രണ്ട് ടീമുകളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. ഒന്ന് മുംബൈയെയും രണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെയും. അരങ്ങേറ്റ സീസണിൽ തന്നെ IPL കപ്പ് ഉയർത്തിയ ചരിത്രമുള്ള ഗുജറാത്ത് ഇത്തവണ തങ്ങളുടെ മുൻ സീസണുകളുടെ നിഴൽ മാത്രമായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ വിട്ടുകളഞ്ഞു എന്നത് തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ എന്ന താരത്തിൻ്റെ മനോഭാവം മറ്റ് ടീമംഗങ്ങൾക്കും ആരാധകർക്കും ഒക്കെ കല്ലുകടിയായിരുന്നുവെങ്കിലും പാണ്ഡ്യ ടീമിന് നൽകിയ കരുത്ത് ചെറുതൊന്നുമായിരുന്നില്ല. കപ്പ് നേടിയ സീസണിലും റണ്ണേഴ്സ് അപ്പായ സീസണിലും ഗുജറാത്തിൻ്റെ ബാലൻസ് നിലനിർത്തിയിരുന്നത് ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ തന്നെയായിരുന്നു. നായക മികവിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് കരുത്തും ഗുജറാത്തിൻ്റെ വിജയങ്ങളിൽ നിർണായകമായിരുന്നു. എന്നാൽ ഈ സീസണിൽ തൻ്റെ പഴയ ടീമായ മുംബൈയിലേക്ക് ചേക്കേറി അവിടെ നായകനായ ഹാർദിക്കിൻ്റെ വിടവ് ഗുജറാത്തിന് നികത്താൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഈ സീസണിൽ അവരുടെ മോശം പ്രകടനത്തിൻ്റെ പ്രധാന കാരണം. ഹാർദിക്കിൻ്റെ അഭാവത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഡേവിഡ് മില്ലർ, രാഹുൽ തെവാട്ടിയ, ഷാരൂഖ് ഖാൻ, വിജയ് ശങ്കർ എന്നിവരിലേക്ക് എത്തി. എന്നാൽ തെവാട്ടിയെ ഒഴിച്ച് ബാക്കി ആർക്കും സീസണിൽ അവിസ്മരണീയമായ ഒരു പ്രകടനം പോലും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുജറാത്തിൻ്റെ മുൻനിരയ്ക്ക് അമിത ഭാരം നൽകി. നായകനായ ശുഭ്മാൻ ഗിൽ പതിവായി നിരാശപ്പെടുത്തി. വൃദ്ധിമാൻ സാഹയെയും മാത്യു വെയ്ഡിനെയും ഒക്കെ ഗില്ലിൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായി കൊണ്ടുവന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നീട് സായ് സുദർശനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നപ്പോഴായിരുന്നു ഗുജറാത്തിന് അല്പമെങ്കിലും ആശ്വാസമായത്. 12 കളികളിൽ നിന്ന് 527 റൺസ് നേടിയ സായി ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരുടെ പട്ടികയിലും മുന്നിലുണ്ട്. എന്നാൽ മറ്റ് ടീമുകളുടെ ഓപ്പണിംഗ് ബാറ്റർമാർ IPLൽ വെടിക്കെട്ട് ബാറ്റിംഗ് തീർക്കുമ്പോൾ ഗുജറാത്തിൻ്റെ ബാറ്റർമാർ നനഞ്ഞ പടക്കമായിരുന്നു. ശുഭ്മാൻ ഗില്ലും സായി സുദർശനും പവർ പ്ലേകളിൽ പോലും റൺസ് ഉയർത്താൻ പാടുപെട്ടു. ഇത് പിന്നീടെത്തുന്ന ബാറ്റർമാർക്ക് അമിത സമ്മർദ്ദം നൽകി. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ മത്സരങ്ങൾ പ്രേക്ഷകർക്കും വളരെ വിരസമായിരുന്നു. കഴിഞ്ഞ സീസണിൽ 890 റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലിൻ്റെ ഇത്തവണത്തെ സമ്പാദ്യം 426 റൺസിലൊതുങ്ങി. ഇതോടൊപ്പം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ഗുജറാത്ത് ശരാശരിയിലും താഴെയായിരുന്നു. പോയ സീസണിൽ ഗുജറാത്ത് ബോളിംഗിൻ്റെ നെടും തൂണായിരുന്ന മുഹമ്മദ് ഷമി പരിക്ക് മൂലം പിന്മാറിയതായിരുന്നു ഗുജറാത്തിനേറ്റ ആദ്യത്തെ അടി. കഴിഞ്ഞ സീസണിൽ പവർ പ്ലേയിൽ മാത്രം ഷമി വീഴ്ത്തിയത് 17 വിക്കറ്റുകളായിരുന്നു. ഷമിക്കൊപ്പം മധ്യ ഓവറുകളിൽ എതിർ ബാറ്റിംഗ് നിരയെ നിയന്ത്രിക്കാൻ അഫ്ഗാൻ താരങ്ങളായ റാഷിദ് ഖാനും നൂർ അഹമ്മദും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഡെത്ത് ഓവറുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മോഹിത് ശർമ്മയും ഗുജറാത്തിനെ കഴിഞ്ഞ സീസണുകളിലെ മികച്ച ടീമുകളിലൊന്നാക്കി. എന്നാൽ ഈ സീസണിൽ കഴിഞ്ഞ സീസണിലെ നിഴൽ മാത്രമായി ഗുജറാത്ത് ബോളിംഗ് മാറി. ഷമിക്ക് പകരക്കാരനായ ഉമേഷ് യാദവിനെയും മലയാള താരം സന്ദീപ് വാര്യരെയും ഒക്കെ പരീക്ഷിച്ചെങ്കിലും ഇരുവർക്കും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചില്ല. ലോക 1-ാം നമ്പർ T20 ബോളറായ റാഷിദ് ഖാനും നിരാശപ്പെടുത്തി. കഴിഞ്ഞ സീസണിൽ 27 വിക്കറ്റുകൾ നേടിയ റാഷിദ് ഇത്തവണ 10-ൽ അതേ അവസ്ഥ തന്നെയായിരുന്നു മോഹിത് ശർമ്മയ്ക്കും. പല മത്സരങ്ങളിലും നന്നായി അടിവാങ്ങിയ മോഹിത് ഈ സീസണിൽ വീഴ്ത്തിയത് 13 വിക്കറ്റുകൾ മാത്രം. ഇതൊക്കെയായിരുന്നു ഗുജറാത്തിൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതേസമയം ഗുജറാത്തിൽ നിന്ന് മുംബൈയിലെത്തി നായകനായ ഹാർദിക് പാണ്ഡ്യയ്ക്കും ഈ സീസൺ ഒരു ദുരന്തമായിരുന്നു. ടീമിനുള്ളിലെ കലഹവും താരങ്ങളുടെ മോശം പ്രകടനവും ഒക്കെ ചേർന്ന് മുംബൈ ഇന്ത്യൻസ് ടൂർണമെൻറ്റിൽ നിന്ന് ഇതിനോടകം തന്നെ പുറത്തായി കഴിഞ്ഞു.